ജൂഡിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏതെങ്കിലും ഓർത്ത് ഇരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്? ഞങ്ങൾ കമന്റ്സ് വായിക്കും ഇടയ്ക്ക്. ഇപ്പൊ അവൻ ഇടാറില്ല. ഹോട്ട് ബ്ലഡ് ആണല്ലോ, പെട്ടെന്ന് അവൻ പാവമാണ് ആക്ച്വലി, പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ആളാണ്. ഭയങ്കര ആക്ച്വലി അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് അറിയുന്ന ആൾക്കാർക്ക് അറിയാം അവന് ഈ ഹോട്ട് ബ്ലഡ് ഉണ്ടെന്നുള്ളത്. ഭയങ്കര സാധു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും രസം തോന്നിയത് എന്തോ ഒരു സാധനം ജൂഡ് ഫേസ്ബുക്കിൽ ഇട്ടു. അതിന്റെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, നീ തീർന്നടാ, നീ തീർന്നു. ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാരും വായിച്ചിരിക്കും. അവനും അറിയാതെ. എന്നിട്ട് ബേസ് ഈ ഡയലോഗ് നീ തീർന്നുള്ളത് ഗോതയില് ടൊവിനോനെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. നീ തീർന്ന ടൊവി പറയുന്നുണ്ട്. മനോഹരം ലൊക്കേഷനിലെ ഒരു മനോഹരമായ ഇൻസിഡന്റ് പങ്കുവെക്കാവോ? ബേസിൽ ജോസഫിന്റെ ഡാൻസ്, അത് ഒരു മനോഹരമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ആയിരുന്നു. അത് ബേസിലിന്റെ, അതായത് ബേസിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മറ്റുള്ളവരുടെ പിറന്നാളൊക്കെ വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുമല്ലോ. ബേസിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് ബേസിലിന്റെ പിറന്നാളാണ്. അപ്പൊ അവന്റെ പിറന്നാളിന് കേക്ക് കൊണ്ടുവന്നപ്പോൾ അവനാണ് ഏറ്റവും കൂടുതൽ കൈയടിക്കുന്നത്. അവനാണ് കേക്ക് കെട്ടിയത്, അവൻ തന്നെയാണ് ആദ്യം കഴിക്കുന്നത്. അതിനുശേഷം ഞാൻ മറ്റേ പെട്ടർ ആപ്പ് എന്ന് പറയുന്ന പാട്ട് പാടിക്കും. ഭയങ്കര ഡാൻസ് ഒക്കെ സ്വയം സെലിബ്രേറ്റ് ചെയ്യുന്ന ആരും വേണ്ട. ഒരു റൂമിൽ ബേസിൽ ജോസഫിന് കുറെ കണ്ണാടിയൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുത്തി കഴിഞ്ഞാല് അവൻ വെളുക്കോളം അവനെ തന്നെ കണ്ട് സന്തോഷിച്ചോണ്ടിരുന്നോളും. ശരി ശരി. അടുത്ത ചോദ്യം ബേസിൽ ജോസഫ് ആയിരുന്നു. മിക്കവാറും ഈ ബർത്ത്ഡേ പാർട്ടി ആയിരിക്കും ഓർമ്മ വരാം അല്ലേ? അല്ലെങ്കിൽ വേറെ അല്ല? ബേസിലിനെ ഫസ്റ്റ് ഞാൻ ഈ പ്രേമത കാതരയാണോ എന്നുള്ള ഷോർട്ട് ഫിലിമിൽ കാണുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കണ്ടിട്ട് ഇയാളാണോ ഇത് ഡയറക്റ്റ് ചെയ്തത്? ഒരു കൊച്ചു പയ്യൻ ആണല്ലേ? ശരി. ഹരീഷ് പെരടി. ഹരീഷേട്ടൻ്റെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റില് മുരളിച്ചേട്ടനുമായിട്ടുള്ള ആ സീൻ ഉണ്ടല്ലോ, കണ്ടിന്യൂസ് ഡയലോഗ് പറയുന്നത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സീൻ ഓർമ്മയിലുണ്ട്. നമ്മുടെ KT മിറാഷ് എന്നറിയപ്പെടുന്ന അഹമ്മദ് സിദ്ദിഖിന്റെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് തട്ടത്തിൻ മറയത്തിന്റെ ലൊക്കേഷനിൽ അഹമ്മദ് അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഈ എനിക്ക് ഡയലോഗ്സ് ഉണ്ടോ, എനിക്കിന്ന് എന്താ ചെയ്യാനുള്ളത്, ഇതാണല്ലോ എല്ലാവരും ചോദിക്കുക. അപ്പൊ അഹമ്മദ് നേരെ ലൊക്കേഷൻ അത് എനിക്കിന്ന് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ രണ്ട് സീൻ പെട്ടെന്ന് പോകാൻ പറ്റില്ലല്ലേ, ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പം മാറിയിട്ടോ. അന്ന് ഫുൾ റൈറ്റിങ്ങിലാണ് അഹമ്മദിന്റെ ഫോക്കസ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും നിർബന്ധിച്ചിട്ടാണ് അഹമ്മദ് അഭിനയിക്കാൻ വന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഡയലോഗ്സ് പഠിക്കണം. ശരി.